ഹായ്, ഇന്നപ്പോൾ ഇതുവരെ പോകാത്ത വഴികളിലൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ. കുറച്ച് ദൂരം പോയ വഴി ഉണ്ടെങ്കിലും പോകാത്ത വഴികളിലൂടെ നമുക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പോയ വഴി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതാണ് നമ്മുടെ ലുലു വഴിയാണ് പോകേണ്ടത്. അപ്പോൾ വീട്ടിൽ നിന്ന് ആലുവ സൈഡിലേക്ക് ഇങ്ങോട്ട് പോകേണ്ടത്, കളമശ്ശേരി ആലുവ സൈഡിലേക്കൊക്കെ പോകേണ്ടത് നമുക്ക് ഈ ലുലു വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ പിന്നെ പോയ വഴി തന്നെ പോയല്ലേ പറ്റും. അങ്ങനെ പോയി നമ്മൾ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ഡൈവേർട്ട് ചെയ്യും അവിടെ നിന്ന്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പോണ വഴി ഇത് ഇഫ്താർ കണ്ടോ, ഒന്നാം തരം ബിരിയാണി കടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വലിയ വിലയൊന്നുമില്ല, എന്നാൽ അടിപൊളി ബിരിയാണി കടയാണ്. പിന്നെ ഈ പള്ളിയുടെ ഇതിലേ പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിയേറ്റർ ഉണ്ട് കേട്ടോ. ഒരു 4 സ്ക്രീനെങ്കിലും ഉള്ള വനിതാ മന്ദിര എന്നുള്ള തിയേറ്റർ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് തുണിക്കടയാണ് ഇത്, സിറ്റി സ്കൂളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഈ തുണിയൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സ്വർണ്ണക്കടകൾ ഈ സൈഡിൽ, അതുപോലെ തന്നെ ബിസിനസ്സുകാർ പലരും രണ്ട് സൈഡിലും ഉണ്ട്. നമുക്ക് രണ്ട് സൈഡിലും ഒരേ സമയത്ത് പലരും ഈ സൈഡിലുണ്ട്. ജെൻസിയാർ റോഷനിലേക്ക് തുണികൾ, ചുരിദാർ, മെറ്റീരിയലൊക്കെയാണ്. നമ്മളിങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് നേരെ തോളിൻ്റെ അവിടേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ തൃക്കാക്കര അമ്പലമുണ്ട്, നമുക്ക് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഷോപ്പുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതൊക്കെ ആ വഴിക്കുള്ള നിറയെ കച്ചവടക്കാർ ഞങ്ങളിവിടെ സ്ഥിരം വരുന്ന ബെസ്റ്റ് ബേക്കറി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ വൃന്ദാവൻ ഹോട്ടലുണ്ട് ഇവിടെ, അവിടെയൊക്കെ വരാറുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാറില്ല, വരാറുണ്ടെങ്കിൽ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് ഈ വഴി ഈ വഴി എത്രയോ സ്വർണ്ണക്കട അവിടെ ഇവിടെയൊക്കെ എത്തിയിട്ട് നമ്മുടെ സാധനം ഇവിടെ മുഴുവൻ സ്വർണ്ണക്കടകളായി മാറിയിട്ടാണ്. ടോളിലേക്ക് സ്വർണ്ണക്കടകളെ കാണുന്നത്. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ ഫുള്ള് സെർച്ച് ചെയ്തിട്ട് കിട്ടിയത് കടയാണ്. സ്ഥിരം വാങ്ങിക്കുക ആളുണ്ട്, സ്ഥിരം സർവീസ് ആളുണ്ട്. പുള്ളിയോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടും പിന്നെ വരുന്നില്ല, ഉണ്ടാക്കി തരാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പുള്ളിയെ കൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ അത് പറ്റണില്ലെന്ന് പറയുന്നുണ്ട്. അത് പറയുകയും ഒരു പ്രാവശ്യം വരും, ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ ആളെ വിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പം അത് പോകുന്നത് തൃക്കാക്കര വഴിയാണ്. നല്ല അടിപൊളിയൊന്നും ഒരു കടയും ഒരനക്കമില്ലാണ്ട് കിടന്ന സ്ഥലം. അപ്പം അങ്ങനെ പോയി നമ്മൾ തൃക്കാക്കര പോയിട്ട് ഏറ്റവും കൂടുതൽ ജനം അമ്പലത്തിൻ്റെ ലൊക്കേഷനിലൂടെ 10 ദിവസത്തെ ഉത്സവമാണ്. 10 ദിവസം ആയില്ലേ. പിന്നെ വേഗം തിരുവോണമൊക്കെ ഗംഭീര സദ്യ, എല്ലാ ഷോപ്പുകളൊക്കെയാണ് അവിടെ. ആ സദ്യ ഉണ്ടെങ്കിൽ പിന്നെ നേരെ ഒന്ന് നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം തിരക്കായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് സ്കൂൾ മാർക്കുണ്ട്, കുട്ടികളുടെ ഡ്രസ്സല്ല കേട്ടോ, സ്കൂൾ ഐറ്റംസ് വാങ്ങിക്കാനുള്ള കടകൾ, അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഈ വഴിക്ക്. അപ്പോൾ അങ്ങനെ പോയി നമുക്ക് തൃക്കാക്കര അമ്പലം എത്തട്ടെ എന്നൊക്കെ പറയാം. ഞാൻ തൃക്കാക്കരയിലേക്ക് ആ വഴിയിലേക്ക് കടന്നിട്ട് തൃക്കാക്കര ടെമ്പിൾ എത്തും. നല്ല തുണിക്കട വന്നിരുന്നു. ഹരിയുടെ വീട്ടിലേക്ക് പോണത്, രാമ ചേച്ചിയുടെ വീട്ടിലേക്ക്. വീട്ടിലേക്ക് പോവാണോ വൈകുന്നേരത്തെ? ഫുഡെല്ലാം കഴിഞ്ഞു. ഇതുങ്ങളെ പണ്ട് അമ്മാമ്മ ഇങ്ങനെ ഓരോ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടിയിടുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അഴിച്ചു വിടുകയൊക്കെ ചെയ്യും പണ്ട്. ഇതേപോലെ എല്ലാം കയറുണ്ടാവും കേട്ടോ. എന്നിട്ട് അതുങ്ങൾ സന്ധ്യ ആകുമ്പോൾ വീട്ടിലെത്തും. ആ വീട് നിറയെ ചെടികളാണ്. കുഞ്ഞി കസേര ഇരിക്കണുണ്ട, കാത്തൂന്ന് പറ്റും. ഓൾ ഫർണിച്ചർ ഉണ്ടല്ലോ. ബേക്ക് ഹൗസ്
അവിടെ വെയിറ്റ് ചെയ്ത് വരുമല്ലോ. CC അവിടെ തന്നെ കൊള്ളാമല്ലേ ഡ്രസ്സ്? ബ്ലൂ വേണ്ട, ബ്ലൂ വേണ്ട. ആ നല്ലതാ. ആ റെഡ് ഒക്കെ അപ്പുറത്ത് എല്ലാം നല്ലതാണ്. ആ വൈറ്റ് നോക്കി, വൈറ്റ് കുഴപ്പമില്ല. പച്ച എനിക്കിഷ്ടമായി. കളർ വർക്ക് കൂടില്ല. ഇത് ഒഫാബാണ്. ഒഫാബ് ഡിസൈനർ ബുട്ടീക്ക് തൃക്കാക്കര. തിരുവോണം ഓഡിറ്റോറിയം തൃക്കാക്കര. ഓണത്തിന് വേണ്ടി ഓണം ഇനിയും സദ്യയൊക്കെ വരുമല്ലേ, 10 ദിവസത്തെ സദ്യ അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങിയേക്കണതാ. ഇവിടെ 10 ദിവസം ഓണത്തിന് സദ്യ ഉണ്ട്, ഉത്സവമുണ്ട്. മഹാബലിയുടെ അമ്പലമാണിത്. വാമനമൂർത്തി അമ്പലത്തിനോട് ചേർന്നുള്ള തിരുവോണ ഓഡിറ്റോറിയം. ഇവിടെ കല്യാണമൊക്കെ നടക്കും കേട്ടോ. ഓണത്തിന് സദ്യ കൊടുക്കുന്നതല്ലേ. ഓണം അങ്ങ് എത്താനായി. 12 ചിലപ്പോ, അതല്ലെങ്കിൽ വല്ല കല്യാണത്തിന് വലിയ രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട് പുറത്തേക്ക് പന്തലിട്ടിട്ട്. ആ പശു ഇവിടെ എത്തിയോ? ഒരെണ്ണത്തിന്റെ എൻ്റെ വീട്ടിലേക്ക് കയറി പോയി കാണും. ഇതാണ് അമ്പലം കേട്ടോ. ആ അമ്പലം. നിറച്ച് ആളുണ്ട്. അങ്ങോട്ട് പോകണ്ടേ? അവിടെ സമയം പോയതില്ലേ? നേരെ പോകണ പൂക്കാട്ടുപടി റോഡാണ്. വെള്ള സ്കൂട്ടർ, നല്ല ഭംഗി കാണാൻ. 19 രൂപയോ? 19 നമ്പറാണല്ലേ. ഇതിലെ അങ്ങനെ പോയാൽ പറഞ്ഞതാ കോളേജ്. റൂട്ട് നോക്കണ്ട, ഞാൻ പറഞ്ഞു തന്ന രീതിക്ക് പോണേ. അവിടെ തന്നെയാണല്ലോ പറഞ്ഞത്. എന്താ പേര്? വിളിച്ചു ചോദിച്ചു. അങ്ങനെ എന്തല്ലേ പേര്? നമ്മൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ യൂട്ടേണെടുത്ത് അല്ല ഇത് എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളൊരു ഇൻവെർട്ടർ നോക്കാൻ പോവാം കേട്ടോ. ഇൻവെർട്ടർ ഉണ്ട്, അപ്പോൾ അത് കേടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ പോവാം. ഈ സൈഡിലേക്കൊന്നും നമ്മളങ്ങനെ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാനായിട്ടൊക്കെ? എന്തെന്ന പേര്? ലൂമിനസ്. ഇത് ബോൺ ബേബീസ്. അതെ. പന്തിലോൺസ്. അടിപൊളി ബിൽഡിംഗ്. പന്തിലോൺസ്. ഇതാന്നീ പറഞ്ഞു, നമ്മുടെ ഇങ്ങോട്ടേക്കൊക്കെയാണ് ഇപ്പോൾ വലിയ വലിയ കടകളൊക്കെ. ഇറങ്ങി വരുന്ന വഴി തന്നാൽ മതിയായിരുന്നു അല്ലേ? അതല്ലേ പറഞ്ഞേ? അല്ല അതല്ലേ? നമ്മൾ യൂട്ടേൺ എടുത്തതും ചെറിയ 500 മീറ്റർ അത്രേ ഉള്ളൂ വ്യത്യാസം വന്നു. അല്ല 500. തിരുവോണം നഴ്സറി. നമ്മൾ വന്ന റോഡ് ഏതാന്ന് ചോദിച്ചത്. അതാ ഞാൻ ചോദിച്ചത്. കൺഫ്യൂഷൻ. ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്, ലൂമിനാസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു, എല്ലാം റെഡിയാക്കി എക്സൈഡിൻ്റെ ഇൻവെർട്ടർ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. ഇതാണ് പഴയ ഇൻവെർട്ടർ നമ്മുടെ. ഇത് കുറേ വർഷങ്ങളായതാണ്. എന്തായാലും ഇത്രയും കാലം നിന്ന് തന്നെ ഭാഗ്യമാണ്. ഇത് പുതിയതിനെ പിടിപ്പിച്ചേക്കണതാണ്. ഇതിൽ ഡിജിറ്റലായിട്ട് എഴുതി കാണിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.